ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു വഴുതന ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കറിയൊന്നും ഇളകാതിരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്ത് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, വഴറ്റിയെടുക്കാം. ഇനി നല്ല എരിവുള്ള 2 പച്ചമുളക് കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഉടയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് ചൂട് നല്ലപോലെ പോയതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തതും വേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഫൈൻ പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂട്ടി ചേർത്ത് പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് നല്ല പുളിയുള്ള തൈര് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിനകത്തേക്ക് പച്ചമുളക് കൂടി ചേർത്ത് നമുക്ക് താളിപ്പ് റെഡിയാക്കിയെടുക്കാം. കടുക് പൊട്ടിയതിലേക്ക് പൊട്ടിയിരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇത് കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി വഴുതനങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.